ഹലോ, എൻ്റെ പേര് സിനി. സിനീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നേഴ്സിൻ്റെ വർക്ക് ലൈഫ് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ ഓസ്ട്രേലിയ എന്നാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെ സെയിം ആണോ നേഴ്സിൻ്റെ ലൈഫ് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാനുള്ളത്, ഇതെല്ലാം സെയിം ആണ്. നമ്മൾ എല്ലാ നേഴ്സുമാരും ഒരു നിശ്ചിതമായ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കെയർ എല്ലാം സെയിം ആണ്. പേഷ്യൻസ് ഓരോ കൾച്ചർ അനുസരിച്ച് ഓരോ നാട്ടുകാരും ഒക്കെ മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നേഴ്സസിൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് പേഷ്യൻസ് എല്ലാവരും ഒരേ അപ്രോച്ചാണ്. എല്ലാവർക്കും പേഷ്യൻസിന് നല്ല ക്വാളിറ്റി കെയർ കൊടുത്ത് അവരെ സുഖമാക്കി വീട്ടിലയക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ച് പെരുമാറുമ്പോൾ എന്തായാലും നമുക്ക് നല്ല ഒരു കെയർ കൊടുത്ത് അവരെ സന്തോഷമാക്കി പറഞ്ഞയക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് എല്ലാ നേഴ്സുമാരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും. ഇവിടെ പിന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നല്ല റെസ്പെക്റ്റോടു കൂടിയാണ് കേട്ടോ നമ്മളോട് എല്ലാവരും പെരുമാറുന്നത്. നമ്മുടെ മാനേജറായാലും ടീം ലീഡറായാലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മോട് പെരുമാറുന്നത്. നമ്മളും അതുപോലെ തന്നെ ആണ് അങ്ങോട്ടും പേഷ്യൻസിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പെരുമാറേണ്ടതും. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ താങ്ക്സ് ഒക്കെ പറയണം. അതൊക്കെ ഇവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളുടെ മാനേജറോ നമ്മുടെ ടീം ലീഡറോ ആരും നമ്മളോട് ബോസിയായിട്ടൊന്നും പെരുമാറാനായിട്ട് ഇവിടെ സാധിക്കത്തില്ല. നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ ചോദിച്ചറിഞ്ഞ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. നമുക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടാണ് ഇവർ എല്ലാവരും ശ്രമിക്കാറുള്ളത്. പിന്നെ ഇവരുടെ ടൈമിലുള്ള പങ്ക്ച്വാലിറ്റി. ഇവിടെ നമുക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് പഞ്ചിങ് സിസ്റ്റം ഒന്നുമില്ല. എല്ലാവരും ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ മുമ്പേ ഡ്യൂട്ടിക്ക് എത്തും. എന്നിട്ട് സംസാരിച്ചിരിക്കും. 7 മണിക്കാണ് സാധാരണഗതിയിൽ ഇവിടെ ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ കുറച്ചൊരു 7 മണി വരെ അവർ സംസാരിച്ചൊരു കോഫിയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് സാവകാശം വന്ന് ഹാൻഡ് ഓവർ എടുത്ത് നമ്മളെ സമയത്തിന് തന്നെ വീട്ടിലയക്കും. നമ്മൾ വീട്ടിൽ ഹാൻഡ് ഓവർ കൊടുത്തിട്ട് വീട്ടിൽ പോയാൽ ഇതെന്നാ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നൊന്നും ചോദിച്ച് ആരും ഫോൺ വിളിക്കുകയോ ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത ഷിഫ്റ്റിന് വരുമ്പോഴത്തേക്കും നീ അത് വിട്ടുപോയായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാറുള്ളൂ. അല്ലാതെ നമ്മളെ അങ്ങനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ആരും പെരുമാറില്ല. നമ്മളും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായ ബ്രേക്കുകളൊക്കെ കിട്ടാറുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ സമയാസമയത്തിന് ബ്രേക്കുണ്ട്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായ സമയത്ത് യൂണിറ്റിൽ നിന്നും പോകാവുന്നതാണ്. ഹാൻഡ് ഓവർ കൊടുത്തതിന് ശേഷം അതിൽ കൂടുതൽ ഉള്ള സമയം ഒന്നും നിൽക്കേണ്ട. നമുക്ക് കൃത്യമായ സമയത്ത് നമുക്ക് ഇറങ്ങി പോകാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലി ഒരു ദിവസം സംഭവിക്കുന്നത്. ഇനി ഒരു 12 മണിക്കൂർ ഷിഫ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു പേഷ്യൻസിൻ്റെ ബെഡ് സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.